ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് തന്നെ പറയട്ടെ, ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ ഇന്നൊരു ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഫുള്ളായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം നല്ല മഞ്ഞും വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ പൂവിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു പൂക്കളൊക്കെ നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, എനിക്ക് കൂണ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തലേ ദിവസം ഇടിയും മിന്നലും മഴയൊക്കെ ഉള്ളപ്പോൾ പിറ്റേ ദിവസം എന്തായാലും കൂണ് മുളയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ ചെടിയുടെ ഇടയ്ക്ക്. പിന്നെ നമ്മൾ നേരെ പല്ല് തേക്കാനൊക്കെ പോയി. അപ്പോൾ ഈ പല്ല് തേക്കുന്നൊക്കെ വീഡിയോ വേണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ആദ്യം ആലോചിച്ചിരുന്നത്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് എനിക്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. പിന്നെ മുറ്റത്തൊക്കെ ചുറ്റി നടന്നത് വെറുതെ ആയി. നമുക്ക് കൂണൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് രാവിലെ കാപ്പി കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് അപ്പവും സോയാബോൾ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഒരുപാടങ്ങ് വെള്ളമാക്കിയില്ല, ഡ്രൈ ആക്കിയായിരുന്നു കേട്ടോ സോയാബോൾ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ കുളം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. പൂർണ്ണമായിട്ടും കുളം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ടാങ്ക്. പണ്ട് നമ്മുടെ ഇവിടെ കന്നുകാലികളൊക്കെ ഉള്ള ടൈമിൽ അതുങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടാങ്കാണ് കേട്ടോ ഇത്. അപ്പം ഇപ്പം അതിന് വലിയ ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ താമര വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്യൂബറൊക്കെ മാറ്റണം എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. അപ്പോൾ നമുക്ക് ആദ്യം പിടിച്ചപ്പം ഒരു വർഷം കഴിഞ്ഞു ഞാനിത് വെച്ചിട്ട്. അപ്പം ആദ്യമൊക്കെ പിടിച്ച പൂക്കൾ ഭയങ്കര വലിയ പൂക്കളായിരുന്നു കേട്ടോ. ഞാനൊരു ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. പിന്നെ പിടിക്കുന്ന പൂക്കളെല്ലാം ഭയങ്കര ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വളമൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തോ അതിന് പായൽ പിടിച്ചിട്ടാവാമെന്ന് കരുതി ഞങ്ങളിപ്പോൾ ഇതെല്ലാം മാറ്റുന്നുണ്ട്. ഇതിനകത്ത് കുറേ ഗപ്പികളും കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ആ ഗപ്പികളെയൊക്കെ ഒന്ന് മാറ്റണം. അതിനെയൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് തന്നെ തേച്ചരച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടായ പൂക്കൾ. പിന്നെ വരുന്ന പൂക്കളും മുട്ടുകളും ഒക്കെ ഒന്ന് കരിഞ്ഞു പോകുന്ന നിലയിലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കോട്ടോ. അപ്പോൾ നമ്മൾ കുളമൊക്കെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചെളി കുറച്ചുകൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളവും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി കിളിക്കത്തില്ലയോ ഒന്നും അറിയത്തില്ല. പക്ഷേ അടിയിലുള്ള ട്യൂബറെല്ലാം അഴുകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് റണ്ണർ മാത്രമേ മേളിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റണ്ണർ കട്ട് ചെയ്ത് ഞാൻ വേറെ ഒരു പാത്രത്തിലൂടെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് കിളിക്കോ ഇല്ലയോ എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് 1-2 സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് നമ്മൾ ബാക്കി ഇടാമെന്ന് കരുതി കേട്ടോ. അപ്പം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ദിവൻ്റെ കിളികളെ കാണാൻ വേണ്ടി നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്കൂടെ പോകുമ്പോഴേ നമ്മളെ വിളിക്കും കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഇത് നല്ലതായിട്ട് കൊത്തും. അപ്പോൾ ഇതിനെ വലിയ മൈൻഡില്ല, മറ്റേതിനെയാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര കാര്യം. ഇത് കൊത്താൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ കണ്ടാലൊക്കെ നന്നായിട്ട് കൊത്തും കേട്ടോ. ഇതിപ്പോൾ എന്താ ആഞ്ഞു കൊത്താത്തതെന്ന് എനിക്കറിയില്ല. ഇവളാണ് മീനു. ഇവൾ അടിപൊളിയാണ്. നമ്മുടെ കൈ വെച്ച് കൊടുത്താൽ മതി, വാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു വരും. പിന്നെ ദീപുണ്ണനുള്ളപ്പം മാത്രമേ ഇതിനെ പുറത്തെടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എടുത്ത് നിന്നാൽ സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ കുറേ നേരം ഇതിൻ്റെയൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഇടം വരെ പോകണമായിരുന്നു. പത്തനാപുരം വരെ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയും കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല മഴ വരുന്നുണ്ട്. ഇന്ന് നമുക്ക് ലെവലോലിക്ക് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടി നാളെ പോവാണ്. അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ലെവലോലിക്ക് അച്ചാറിട്ട് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരിടം വരെ പോകേണ്ടതും കാരണം നമുക്കത് പറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി അത് പറിച്ച് വെച്ചിട്ട് നമുക്ക് പോകാമെന്ന്. അപ്പോൾ എന്തായാലും പറിക്കുന്ന ഒരു വീഡിയോസും കൂടെ നമുക്ക് എടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും മഴയ്ക്ക് മുന്നേ നമ്മൾ അത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിലിടണം. അത് മാത്രമല്ല കുറച്ച് അച്ചാറിടാമെന്നും കൂടെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് ലെവലോലിക്ക. പിന്നെ കുറേയൊക്കെ പച്ചയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം പച്ച പറിച്ചില്ല, പഴുത്തത് ചുമന്ന കളർ മാത്രമേ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് പറിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ എന്തായാലും അതും കൂടെ കുറച്ച് കളർ വരും. അപ്പോൾ ഞാൻ ആദ്യം പെരയുടെ മേളിൽ കയറി പറിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏണി വെച്ച് താഴെയും വെച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും കൂടെ പറിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഞാൻ അവളോട് കഴിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ കഴിച്ച് കാണിച്ചു കേട്ടോ. നമുക്ക് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് 2 ദിവസം കൂടെ കഴിയുമ്പം പറിച്ച് അതിനകത്തോട്ട്
ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതിനി ഇപ്പം ഞാൻ അച്ചാറിടാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്കൊരിടത്ത് പോകണമല്ലോ. അപ്പോൾ അത് പോയിട്ട് വന്നിട്ട് നമുക്കിത് അച്ചാറിടാമെന്ന് കരുതി. അപ്പം നമ്മൾ പോകുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് തിരിച്ച് വന്നപ്പോൾ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പം മഴയത്ത് ഇതുപോലെ വണ്ടിയിൽ പോകാൻ നല്ല രസമായിരിക്കുമല്ലോ. അപ്പം നല്ല രസമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. റോഡിൽ അങ്ങനെ അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ശ്രീകുട്ടിയും കൂടി ആയിരുന്നു. ഫുൾ നനഞ്ഞു. പിന്നെ നമുക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ കയറി. ഒരു അമ്മൂമ്മയുടെ കടയിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ സൈഡിൽ ഫുള്ളും ഇതുപോലെ ചോനനുറുമ്പ് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നു. ഇത് വീട്ടിൽ വന്ന് കയറുന്നത് ഐശ്വര്യ എന്നൊക്കെ പണ്ട് അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു വെച്ചൊരു ക്ലിപ്പിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂട്ടോ. ഒരുപാടുണ്ടായിരുന്നു. മുട്ടയും കൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ നെല്ലിക്ക ഉപ്പിലിടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയപ്പോൾ തന്നെ നെല്ലിക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞാനത് കഴുകി വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിത് കഴുകി വാരിയിട്ട് ഒരു ചിപ്പിലിയിൽ വെച്ചു. അതിനുശേഷം നമ്മൾ കുപ്പിഭരണിയിലാണ് കേട്ടോ ഉപ്പിലിടുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ നെല്ലിക്ക കുപ്പിഭരണിയിലേക്ക് വാരി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാധാ പോലെ വെള്ളം ഒഴിച്ചു. അതിനുശേഷം കാന്താരി മുളക് പറിച്ചുകൊണ്ട് വന്ന് അതിലിട്ടു. പിന്നെ കുറച്ച് ഉപ്പും വാരിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു 3-4 ദിവസം ഇരിക്കുമ്പം നല്ല എരിയും ഉപ്പും ഒക്കെ പിടിക്കും. അപ്പോൾ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പഴുത്തതിനേക്കാളും നല്ലത് കുറച്ച് പച്ചയായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കാരണം ഇത് വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അഴുകി ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ തൊടുമ്പഴി അങ്ങ് അലുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി പച്ചയാകുമ്പോൾ തന്നെ പറിച്ച് ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഇനി നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ശ്രീകുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാൾ ദിവസം നമ്മൾ പായസം വെക്കാറുണ്ട്. അപ്പം നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോവുകയാണേ. പാലട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിനി സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട. അതുകൊണ്ടാണ് ഇന്ന് പാലട വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ട് ഒരു പായസം എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിലേക്ക് പാലട ഇട്ടു. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഈസി പാലട റെഡിയാവും. അപ്പോൾ നമ്മൾ അത് കുടിക്കാനാണ് ഇനി ഉള്ള പ്ലാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പാലട അവിടെ നിന്ന് തിളയ്ക്കട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു എക്സ്ട്രാ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നമ്മൾ മൂപ്പിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പം തന്നെ അതിൻ്റെ ഫുൾ ടെക്സ്ചർ അങ്ങ് മാറും. അപ്പം മിൽക്ക് മെയ്ഡൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അധികം മധുരം ഉപയോഗിക്കുന്നില്ല. എന്നാലും മിൽക്ക് മെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ കയ്യിലൊഴിച്ച് ഇങ്ങനെ നക്കി തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എളുപ്പത്തിൽ നമ്മൾ പായസം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് വേറൊരു വലിയൊരു ജോലി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് പാചകത്തിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതിന് അരിയാനുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാനാമൊക്കെ ജപിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി നമ്മൾ വൃത്തിയാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ അതാണ് എൻ്റെ ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത്. സദ്യയുടെ പാചകമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിയലിനും സാമ്പാറിനും ഉള്ളത് നമ്മൾ ഇന്ന് തന്നെ അരിഞ്ഞു വെക്കും. ചേന മാത്രം ഞാൻ അരിയത്തില്ല കേട്ടോ. അതെൻ്റെ കൈചോറും. ബാക്കി എല്ലാ ഐറ്റംസും എനിക്ക് അരിയാനറിയാം. അപ്പം അതൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഞാൻ. ഇതെനിക്ക് അരിയാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ചധികം തന്നെ ടൈം എടുക്കും. രാത്രിയാവും എന്തായാലും. അപ്പോൾ രാത്രിയിലത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. വെട്ടത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. മാത്രമല്ല ഫോൺ അത്ര ക്ലാരിറ്റി ഉള്ള ഫോണും അല്ല. അപ്പോൾ രാത്രി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അപ്പോഴത്തെ വീഡിയോ എങ്ങനെ ആവുമെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല. മിക്കവാറും ഈ സന്ധ്യ നേരം കൊണ്ട് നിർത്താനാണ് ചാൻസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാമ്പാറിന് അരിയാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഐറ്റംസാണ് ആദ്യം തന്നെ മുറിച്ച് വൃത്തിയാക്കി എടുക്കുന്നത്. അതിനുശേഷം അവിയലിൻ്റെത് അരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലുള്ള വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരിച്ചിലേക്ക് കടക്കുന്നത്. അപ്പോൾ വഴുതനങ്ങയും പടവലങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റ് അളവിൽ എനിക്ക് വലിപ്പത്തിന് അരിഞ്ഞെടുക്കണമെന്നുള്ള നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം വേറെ ആരും അരിയുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ മാക്സിമം അത് ഞാൻ തന്നെ അരിഞ്ഞ് തീർക്കാറാണ് പതിവ്. അപ്പം ആദ്യം സാമ്പാറിന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബാക്കിയുള്ള ഐറ്റംസും അരിയാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് പാടായിരുന്നു കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചുരണ്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ചെത്തിക്കളയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.